welcome to yet another beautiful episode of Comedy Masters. ബ്യൂട്ടിഫുൾ മാത്രമല്ല ഫുൾ ഫൺ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഷോ തന്നെയാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ്. അപ്പം ഒന്നും കൂടെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനെയും കൂടെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നാദിക, പക്രു ചേട്ടാ ആൻഡ് തെസ്ലിഖ. ഹലോ ഹലോ. ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലോ. അതെന്താ മാലയാണോ? യെസ്, മല നല്ല ബ്യൂട്ടിഫുൾ മാലയായിട്ടുണ്ട്. താങ്ക് യു. ഇതൊക്കെ പറയുമ്പോ എന്റെ സൽവാറും കൊള്ളാന്ന് പറയണം. നീ മൊത്ത സുന്ദരിയാണ്. താങ്ക്സ്. ഇപ്പൊ എല്ലാം കറക്റ്റ് ട്രാക്ക്. നമ്മൾ എന്തെങ്കിലും ഇട്ടാലേ ഭംഗിണ്ടാവുള്ളൂ. ഇത് മൊത്ത സുന്ദരിയല്ലേ? ഇങ്ങനെ എന്നെ സൂചിപ്പിക്കരുത്. സുന്ദരി സുന്ദരി എന്ന് പറഞ്ഞപ്പോഴാണേ നമ്മൾ ഈ ചില ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നത് ചില സമയത്ത് സിനിമ പേരുകളാവാറുണ്ട്. അതെ, അതായത് നമ്മള് ന്യൂജൻ ആൾക്കാർ പറയുന്നതാണ് അതൊരു കിളി പോയ ഐറ്റമാണ്. അതെ, ചെന്ന് പറയുന്ന കിളി പോയി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. കറക്റ്റ് അല്ലേ? കിളി പോയി എന്നുള്ളൊരു സിനിമ. അപ്പൊ ഈ സിനിമ പേരുടെ കാര്യം പറഞ്ഞിങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് നീക്കോ ഞാൻ ചാ. അതെന്താന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അപ്പൊ എന്റെ അപ്പ അമ്മയൊക്കെ പറയുന്നു ഇത് എന്നാ പേര്, ഈ പുതിയ പിള്ളേരുടെ പടത്തിന്റെ ഒക്കെ പേര് എന്നാ, അതൊക്കെ പഴയ സിനിമകളുടെ പേര്. അത് കേൾക്കുമ്പോ തന്നെ എന്നാ പ്രഭാതം, രാവണപ്രഭു എന്നൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഇതുണ്ട്. പക്ഷെ ഇത് നീക്കോ ഞാൻ ചാന്ന് പറഞ്ഞപ്പോ ഞാൻ അത് നിന്നെ കൊല്ലും ഞാനും ചാവും അങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ. അത് മോശം സിനിമ എന്നൊന്നുമല്ല പറഞ്ഞത്, ചില പേരുകള് ഇങ്ങനെ മാറുമ്പം അതെ. അപ്പൊ ഞാനിങ്ങനെ ഇത് ആലോചിച്ചപ്പം നമുക്കിതുപോലെ ഇഷ്ടംപോലെ സിനിമകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളായിട്ട് ചിലപ്പോ ഒരു ക്രേസി പേരുകളൊക്കെ അതിന് ഇടാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടാവും. എന്റെ മമ്മ ഇങ്ങനെ സിനിമ പേര് മാറി പറയുന്ന ഒരാളാണ്. അടിപൊളി. അങ്ങനെ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആദിഷയുടെ പടത്തിനെ പറഞ്ഞിട്ടുണ്ട്. കട്ടപ്പനല്ലേ ഹൃത്തിക് റോഷൻ മമ്മി പറയാറുണ്ട്. മമ്മി കട്ടപ്പന മാത്രമാക്കും, ഹൃത്തിക് റോഷൻ മമ്മിക്ക് കിട്ടൂല പറയാൻ. അപ്പൊ കട്ടപ്പന സിനിമ കണ്ടു എന്ന് പറയും. കട്ടപ്പന കണ്ടു എന്ന് പറയും. പക്ഷെ അത് അഗൈൻ സിനിമയുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും പറയും. മമ്മി പിന്നെ പക്രൂനെ വിളിക്കുന്ന അറിയോ? കുക്കുംബർ പേര് മാറ്റി പറയും. അത് ടോട്ടലേ മാറി. അപ്പൊ എനിക്ക് തോന്നുന്നു ടിനി ടോമിനെ വിളിക്കുന്നറിയോ? ടൈനി ടോം. ഈ ഒരു കല ടെസ്റ്റ് ചേച്ചിക്കുണ്ടോ? അയ്യോ, ഒരിക്കലും ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു കഴിവുണ്ടോന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ടെസ്റ്റ് ചെയ്യാം. അല്ല പ്ലീസ്, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇനി എനിക്കിത് ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. വേറെ ഒന്നുമല്ല, ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം കുറെ സിനിമയുടെ പോസ്റ്റേഴ്സ് ഞാൻ കാണിക്കാം. നമുക്കൊക്കെ ഇഷ്ടമുള്ള കുറെ നല്ല പേരുകളുള്ള സിനിമകൾ. അപ്പൊ നിങ്ങളാണ് അതിന് പേരിടുന്നതെന്നുണ്ടെങ്കിൽ എന്ത് രീതിയിലുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരു പേരായിരിക്കും ഇടാം, ഒരു ക്രേസി രീതിയിലുള്ളത്. ആസ് ഇറ്റ് ഈസ് പേര് നല്ലതാണ് നമുക്കറിയാം, പക്ഷെ ഒരു തമാശയ്ക്ക് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു ടാസ്ക് പോലെ തരാണ്. പേര് ഇവിടെ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. ആരാണത്? എന്റെ മമ്മി. കുഴപ്പമില്ല, മമ്മിക്ക് വേണ്ടി നമുക്ക് ഇതങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തത്. ഓക്കെ, മമ്മി ഇപ്പൊ അവിടുന്ന് കറക്റ്റ് ആയിട്ട് ഓരോന്നിനും പേര്. ഒരു പ്രാവശ്യം ഉണ്ണിമൂന്തനെ കണ്ടപ്പം അന്ന് മല്ലു സിംഗ് റിലീസായ സമയാ. അപ്പൊ ഓടിച്ചെന്ന് പറഞ്ഞു, മോന്റെ മണ്ടു സിംഗ് കണ്ട അടിപൊളിയായി. കൊള്ളാം. അപ്പൊ എന്തായാലും മമ്മിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഇന്നത്തെ ഈ ടാസ്ക്. സംഭവം മനസ്സിലായില്ലേ? ഞാൻ ഓരോ പോസ്റ്റേഴ്സ് കാണിക്കാം. ഇവിടെ മാസ്റ്റേഴ്സ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ബുദ്ധിപൂർവ്വം എങ്ങനെ അതൊരു ഫണ്ണി രീതിയിലൊരു പേരിടും എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അപ്പൊ നമുക്ക് പേരിടൽ ചടങ്ങിലേക്ക് പോയാലോ? ഫസ്റ്റ് പോസ്റ്റർ ഹിറ്റ്ലർ മാധവൻകുട്ടി. ഹിറ്റ്ലറിനാണെങ്കിൽ എന്ത് ക്രേസി പേരായിരിക്കും? തെസ്ലിത. ക്രേസി പേരല്ല, നല്ലത് കാണുമ്പോ ഒരു രസമുള്ളൊരു നല്ലൊരു പടമല്ലേ? വല്യേട്ടനും പെങ്ങന്മാരും. വല്യേട്ടനും പെങ്ങന്മാരും കൊള്ളാം. കഥ ആസ്പദമാക്കിയ ഒരു പേര്. വല്യേട്ടനും പെങ്ങന്മാരും. പക്രു ചേട്ടാ? പെമ്പിള്ളേരും ചേട്ടനും. അയ്യോ എന്റെ ദൈവമേ, പെമ്പിള്ളേരും ചേട്ടനും. ശരി. മാധവൻകുട്ടിയുടെ പെങ്ങന്മാർ. മാധവൻകുട്ടിയുടെ പെങ്ങന്മാർ. ഞാനാണെങ്കിൽ മാധവൻകുട്ടിയുടെ രോദനം. ഇത് ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയി പോയോ? കുറച്ച് സ്റ്റാൻഡേർഡ് ഡീസന്റ് ആയി പോയല്ലേ? മാധവൻകുട്ടിയുടെ പെങ്ങന്മാർ. അത് ഫാമിലി മാധവൻകുട്ടിയും 5 പെങ്ങന്മാരും. അത് ഫാമിലി ഓഡിയൻസിനെ കേട്ടാനുള്ള പരിപാടിയാണ്. മാധവൻകുട്ടി 5 പെങ്ങന്മാരും. ഓക്കെ, ഡീസന്റ് ഫാമിലി ഓഡിയൻസ്. ഞാനും പറഞ്ഞ ഏകദേശം ഒരേ ട്രാക്ക് തന്നെയാ പോകുന്നത്. ശരി, എങ്കിൽ നമുക്ക് അടുത്ത പോസ്റ്റർ നോക്കാം. അപ്പൊ ഹിറ്റ്ലറിന് നല്ലൊരു പേര് കിട്ടി, 3 ഡിഫറെന്റ് പേരുകൾ കിട്ടി. അടുത്ത പോസ്റ്റർ നരസിംഹം. നരസിംഹത്തിന് എന്നാ ക്രേസി പേരായിരിക്കും ഇടുക നമുക്ക്? ശംഭോ മഹാദേവ. ശംഭോ മഹാദേവ. ആക്ഷൻ ത്രില്ലർ. പക്രു ചേട്ടാ? തെസ്ലിത കിട്ടിക്ക് ഒരുമിച്ച് പറയാം. ഇങ്ങോട്ട് വാ മക്കളെ, ഒരു കൈ നോക്കാം. ഇങ്ങോട്ട് വാ മക്കളെ, ഒരു കൈ നോക്കാതെ. ഇത് അടിപൊളി. ഇതെനിക്ക് ഉറപ്പാണ് ഏറ്റവും ലെങ്ത് ഉള്ളതുമായിരിക്കും. അത് മാത്രമല്ല മറ്റേ എന്താ നമ്മൾ പറയല്ലോ 100, അതിനെന്തായിരുന്നു? എന്റെ പേര് കിട്ടി. എന്താ? ഓമോനെ ദിനേശ. കറക്റ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നല്ല പേരുകളാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത പോസ്റ്ററിലേക്ക് പോവാം. മാധവൻ. കിട്ടി. കുട്ടിയുടെ പേര് മല. ആണോ? അല്ല, കേക്കട്ടെ. നിനക്ക് ഞാനും എനിക്ക് നീയും. നിനക്ക് ഞാനും എനിക്ക് നീയും. ഓക്കെ, ഫാമിലി എന്റർടൈൻ മൂവി. കള്ളൻ.
കള്ളൻ. അപ്പൊ അത് കറക്റ്റ് കഥയിലേക്ക് അതെ. പോകുന്നൊരു സീൻ അല്ലേ? പോസ്റ്റ് അനുസരിച്ചാ ഞാൻ പറഞ്ഞു. ഓക്കെ നാദിക കമോൺ. തസ്കര പ്രഭു. തസ്കര പ്രഭു. കള്ളന്മാര് തസ്കരം വെച്ചാൽ കള്ളനാണ്. അതിന് അങ്ങനെ ഇടാൻ കാരണം കള്ളന്മാരിൽ 94ലേക്ക് പോയി. കള്ളന്മാരിൽ പ്രഭു കുറച്ച് പുറകോട്ട്. രാവണ പ്രഭു ഹിറ്റല്ലേ? ആ. അപ്പൊ തസ്കര പ്രഭു കിടക്കട്ടെ ആ അപ്പൊ സമയത്ത്. അതായത് തസ്കര വീരനും രാവണ പ്രഭുവും കൂടെ മിക്സ് ചെയ്ത് തസ്കര പ്രഭു. അപ്പൊ ഞാൻ അടുത്ത പോസ്റ്റർ ഇടണോ അതോ ഇത്ത ഓൾറെഡി പേര് പറയണോ? വേണ്ട, പോസ്റ്റ് ഇടുമോളെ. ശരി, അപ്പൊ പോസ്റ്റർ ഇടാൻ പോവാണ്. പോസ്റ്റർ. എന്റെ ദൈവമേ. ഞാൻ- കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഇത് ഞാനിട്ട ടൈറ്റിലാ. ആണ്. ആ അതുകൊണ്ടാണ് ഇപ്പൊ മാറ്റിയിടാൻ പറഞ്ഞത്. ഇത് മാറ്റിടാൻ പറഞ്ഞത്. കട്ടപ്പനയിലെ ഋത്തിക് എനിക്ക് റോഷൻ ചെറിയൊരു പേര് അതിലിടാൻ. ചെറിയൊരു പേരിടാണ്ട്. ആ സഗോ. സഹോ. ഓക്കെ, സഹോ തെലുങ്കിലും വന്നു. അപ്പൊ അതിടാൻ പറ്റില്ല, കോപ്പറേറ്റ് അടിച്ചു. അടുത്ത പറഞ്ഞോ. കന്നഡ വീരൻ. കന്നഡ വീരൻ. അതിനെ കന്നഡ വീരൻ. ഓ അതപ്പോ കന്നഡയിൽ റിലീസ് ചെയ്യുമ്പോ ഇല്ല, അല്ല, കന്നഡയിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് കന്നഡ വീരൻ. പക്ഷെ കഥ ആസ്പദമായിട്ട് നോക്കുവാണെങ്കിൽ ഒരു പേര് അല്ല, അവന് മറ്റേ ഞാനാണെങ്കിൽ ഇടും സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ എന്ന് പേര്. അതിനകത്തേക്ക് എന്താ ഫണ്ണുള്ളത്? കട്ടപ്പനയിലെ സൂപ്പർ സ്റ്റാർ. ചാം ചക്ക അതിനും വേറെ ഒറിജിനൽ പേരിൽ നല്ല ഫണ്ണുണ്ട്. അല്ല ഇതിന്റെ ഈ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്നതിനകത്ത് ഫണ്ണുണ്ടല്ലോ. അല്ല, അല്ല, ഇതിന്റെ തമിഴില് ഇട്ടേണ പേരെന്തറിയോ? ആ നടികൻ. അങ്ങനെയാണോ? അടികൻ. നടികൻ അജിത് ഫ്രം അറുപ്പക്കോട്ടയിൽ നിന്ന് ഇട്ട്. പക്ഷെ അജിത്തിന്റെ പെർമിഷൻ കിട്ടൂല. അജിത്ത് എന്നെ പറ്റിച്ചപ്പോ എന്റെ അടുത്ത് ആ സിനിമയാന്നാ പറഞ്ഞത്. ആ പക്ഷെ അതിന്റെ ഇപ്പൊ നടികൻ എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ സൂപ്പർ സ്റ്റാറിന്റെ മീനിങ് അതല്ലേ? നടിക്കുന്നത്. കണ്ടോ? അപ്പൊ എന്റെ പേര് നല്ലല്ലേ? സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഫിലിമുണ്ട്. സിനിമയുണ്ടല്ലോ. കോപ്പിറൈറ്റ് ഇഷ്യൂ അടിച്ചു. അപ്പൊ എന്തായാലും ഇക്ക ഒരു പേര് പറയും. ഇക്കയുടെ സ്വന്തം മൂവിയുടെ പേര് ഈ മാറ്റി പേര് പറ. അല്ലെങ്കിൽ വേറെ നടികൻ ഇപ്പൊ ഇതിനല്ലാണ്ട് നടികൻ. ഇല്ലില്ല, അതൊന്നും പറ്റത്തില്ല. ഇട്ട പേരുകൾ ഒന്നും പറ്റത്തില്ല. ഈ വേറെ പേരല്ലാതെ വേറെ ചിന്തിച്ചെടുത്ത് പേര് ചെയ്യണം. സജഷൻ വന്നേക്കടെ. ഇതിന്റെ സെക്കൻഡ് ഓപ്ഷൻ, അതായത് ചിലപ്പോൾ സിനിമകളിൽ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ഒരു പേരായിരിക്കില്ല ഇടുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവില്ലേ? ആ. ഇപ്പൊ ഈ തമിഴിൽ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇതിനൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല, ഉണ്ടായിരുന്നല്ലോ. ഇത് തന്നെയായിരുന്നു. കട്ടപ്പന ഋതിക് റോഷൻ ഞാൻ ഈ പേര് പറഞ്ഞപ്പോ എന്നെ ആദ്യം ചുമരിക്ക അങ്ങനെ പറഞ്ഞ് ഒരുപാട്. പക്ഷെ ചില പിന്നെ പിന്നെ അത് കൊള്ളാട്ടോ. കാരണം ഈ അയ്യ എന്ന് പറയുമ്പോഴാണെങ്കിലും നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ടൈറ്റിൽ വെച്ചിട്ടാണ് ഇതെന്ത് ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പൊ ആദ്യം അതിലൊന്ന് ഒരു പേര് ഇത് തന്നെയായിരുന്നു, കട്ടപ്പനയിലെ ഋതിക് റോഷൻ. കൊള്ളാം. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ഈ ടാസ്ക് അതിഗംഭീരമായിട്ട് വിജയിച്ചിരിക്കുകയാണ്. പേരിടയിൽ നിങ്ങൾ 3 പേരും ഗംഭീരമാണ്. പക്ഷെ സ്വന്തം സിനിമയുടെ പേര് അധികം അങ്ങനെ മാറ്റാൻ നിന്നില്ല നമ്മുടെ നാദിക. എന്തായാലും നല്ലൊരു പേരല്ലേ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ എന്തായാലും ഈ ടാസ്ക് ഫണ്ണായിട്ട് മാത്രം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ എന്ത് പോകുന്നു? ബ്രേക്ക്. അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിന് ഷോർട്ട് ബ്രേക്ക്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കേ. എടാ നിനക്ക് മാത്രമേ പറ്റൂ. എടാ ഈ 530 കിലോ പുല്ലാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇന്നത്തെ ദിവസം ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ നിന്റെ പേര് വരണം. മാറ്റി. ഓക്കെ മാറ്റി. You can! എന്താ ദാ വരുന്നു. എന്റെ അമ്മേ, എന്തിനാ കിടന്ന് തൊള്ള തുറക്കുന്നേ? അടുക്കള എന്തെങ്കിലും കരയുന്നുണ്ടോ? ഒന്നും കറിയുന്നില്ല. എന്താ? കുഴപ്പമില്ല. ആഹാ, രാവിലെ തന്നെ പരിപാടി തുടങ്ങിയാ? എടി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം അറിയില്ലേ? എന്ത്? ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് രേഖപ്പെടുത്താനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. എന്തിന്? അവരിത് കണ്ട് സാക്ഷ്യപ്പെട്ട് കഴിഞ്ഞാൽ 530 കിലോ ഈ മാറ്റി പൊക്കുന്നത് കണ്ടു കഴിയുമ്പോൾ അവർ രേഖപ്പെടുത്തും. ഇന്ന് മുതൽ എന്റെ പേര് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഉണ്ടാവും. പിന്നെ അതെ, ചെയ്യാൻ പറ്റുന്ന പണി ചെയ്താ പോരെ? എടി എനിക്ക് പറ്റുന്ന പണിയാണ്. നീ വേണം നീ മോട്ടിവേറ്റ് ചെയ്യരുത്. പിന്നെ You can man. കഷ്ടം. ഒരു പണി ഞാൻ പറഞ്ഞില്ലേ പറ്റത്തില്ല. എഗ് വൈറ്റ് മുട്ടയുടെ വെള്ളക്കരു. ഓ, നേരം വെളുത്തപ്പോ ഞാൻ ഇവിടെ കൊണ്ട് പുഴിക്കാൻ കൊണ്ട് വെച്ചേക്കുന്നത് കണ്ടില്ലേ? ഞാൻ കണ്ടില്ലായിരുന്നു. നാ, എടുത്ത് എന്റെ കഴി. ശ്രദ്ധ മുഴുവൻ ഇവിടെ ആയിരുന്നു. അയ്യോടാ. ഓക്കെ, വെള്ളമാകുമ്പോ വെള്ളം മാത്രമായിട്ട് തരണ്ടേ മോളെ. ഈ യോക്ക് കഴിക്കാൻ പാടില്ല. ഓ, നിങ്ങളടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞോളൂ. നീ ഡിമോട്ടിവേറ്റ് ചെയ്തല്ലേ? നീ എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നു. നാളെ പ്രശ്നം.
ചേട്ടാ അല്ലേ എന്തു പറ്റി? ഒന്നും നീ പോ, നീ നെഗറ്റീവാ. നീ നെഗറ്റീവാ പോ. അതെ നീ കേറി പോ. അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് പറ്റുന്ന പണി ചെയ്താൽ മതി. എനിക്ക് മനസ്സിലായോ? പറ്റുന്ന പണിയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. നീ പോ. ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്ന്. നീ ഡീമോട്ടിവേറ്റ് ചെയ്യരുത് തന്നെ. ആ വരുന്നു പുറപ്പെടുന്ന രാജേട്ടാ എല്ലാം നെഗറ്റീവ്. രാജേട്ടാ ഒന്ന് പറഞ്ഞു ഉപദേശിക്ക്. അളിയന്റെ ഇവിടെ സൗണ്ട് അത് വീട്ടിൽ നിന്ന് കേൾക്കാലോ. നിന്റെ അടുത്ത് ആടാ തൊട്ടപ്പുറത്ത് താമസിക്കാൻ പറഞ്ഞത്? എത്രയോ പേര് 6 കിലോമീറ്റർ മാറി താമസിക്കുന്നു. ഓ അത് ശരി. അപ്പൊ ഞാൻ ഇവിടെ താമസിക്കണ കുഴപ്പം. എന്റെ അളിയ ഇവിടെ കല്യാണം കഴിച്ചു വരുമ്പോ എന്താണ് പറഞ്ഞത്? ഇവിടെ പൊന്നുപോലെ നോക്കണം, ജോലിക്കൊന്നും വിടല്ലെന്ന്. ഇപ്പൊ എന്തോ ചെയ്യുന്നത്? അവള് ജോലിക്ക് പോകുന്നു, അളിയ ഇവിടെ എന്തോ കോപ്രായം കാണിക്കുന്നത്. ഇത് കോപ്രായമല്ല, പിന്നെ ഗിന്നസ് ബുക്കിൽ എന്റെ പേര് വരാൻ പോവാ. അത് ശരി. ഈ നാട്ടിലെ എല്ലാ പലചരക്ക് കടകളിലും അളിയന്റെ പേരുണ്ട്. ഇനി ഗിന്നസ് ബുക്ക് കൂടെ ഉണ്ടാക്കിയാലേ പോകുള്ളൂ. ഏട്ടാ ഇങ്ങ് വാ. എന്താ മോളെ? ഏട്ടാ ഇങ്ങനെ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. നാണക്കേടാ. അളിയ ഈ പെണ്ണ് വിഷയമൊക്കെ നമ്മൾ ആണുങ്ങൾ തഞ്ചത്തിൽ പറഞ്ഞു ഒതുക്കേണ്ട കാര്യമില്ലേ? അതെനിക്ക് അറിഞ്ഞോളിയാ. അങ്ങനെയാണെങ്കിൽ നിന്റെ പെങ്ങളിവിടെ നിൽക്കായിരുന്നു. ഇതിപ്പോ എന്താണ് നിങ്ങളുടെ വിഷയം? എന്താ? അതെ ഞാൻ പറയാം. ഞാൻ പറയും. ഇല്ല ഞാൻ പറയും. അതെ. Attention! ആരെങ്കിലും ഒരാൾ പറ. ഞാൻ പറയാം. അതെ ഈ മനുഷ്യൻ ഡെയിലി കുളിക്കും. എന്തിനാണ് അളിയൻ ഡെയിലി തെറ്റാണ്. അതൊരു തെറ്റല്ലല്ലോ പെങ്ങളെ. തെറ്റല്ല. ഇവിടുന്ന് കുളിക്കണമെങ്കിൽ തെറ്റല്ല. പക്ഷെ ഇങ്ങനെ കുളിക്കുന്ന എവിടെയെന്ന് അറിയോ? പഞ്ചായത്ത് കുളത്തില്. അയ്യേ അതൊക്കെ മോശമല്ലേ അളിയ? ഇവിടെ നല്ല ബാത്റൂം ഉണ്ട്, നല്ല കിണർ വെള്ളമുണ്ട്. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വല്ല അഴുക്ക പഞ്ചായത്ത് കുളത്തിൽ പോയി കുളിക്കുന്നതിന്. കാരണം ഞാൻ പറയാം, അവിടെ പോയി കുളിച്ചാലല്ലേ അവിടെ കുളിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ മസിൽ കാണുള്ളൂ. അയ്യേ ഡീസന്റ് ആളെ പറ്റി മോശം പറയരുത്. ഞാനല്ല, ആ പെണ്ണുങ്ങളെല്ലാം അതല്ലേ ഞാൻ നോക്കുന്നത്. ഞാൻ എന്താ കാണിച്ചാലും അവളവർ നോക്കൂല. പിന്നെ മെനഞ്ഞാന്ന് നടന്ന ഒരു സംഭവം അറിയണോ? അത് ഞാൻ പറയും. ഞാൻ പറയാം. നീ പറഞ്ഞ താളം പോ. ഞാൻ പറയും. ആരെങ്കിലും ഒരാൾ പറ. ഞാനാണ് പറയാൻ പോണത്. അളിയും കേട്ടോ. അളിയ ഞാനൊരു ദിവസം രാവിലെ കുളിക്കറവ് ചെല്ലുമ്പോ ചെന്നു നിറയെ ആളുകൾ, നിറയെ പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നു. കുളിക്കുന്നവര്, കുളിപ്പിക്കുന്നവര്, പകുതി കുളിച്ചവര്, തല തോത്തുന്നവര്, കുട്ടിയെ കുളിപ്പിക്കുന്നവര്, പാത്രം കഴുകുന്നവര്, അങ്ങനെ നടന്ന് നിൽക്കുക. അപ്പൊ ഞാനിങ്ങനെ എണ്ണ വെച്ചപ്പോ ചില പെണ്ണുങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുമ്പോ ഞാനാണല്ലേ അളിയ അതിലൊക്കെ കാണണ്ട ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമല്ലേ ഇത്. ഞാൻ നോക്കുമ്പോ ഇവരെല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്കാണ്. അപ്പൊ 3 ആളടി പൊക്കമുള്ള മുകളിലേക്ക് ഒരു കുന്നിന് മേലെ ഞാൻ കയറി എന്നിട്ട് ഇങ്ങനെ മസില കാണിച്ചിട്ട് 3 മലക്കമറി നേരെ കുളത്തിലേക്ക് ഒറ്റ ചാട്ടം. അടിപൊളി. എല്ലാരും എല്ലാം കണ്ടേട്ടാ. എന്തോന്നും എനിക്ക് പോയി സംഭവം വെച്ചാല് ഈ ബർമുഡയുടെ എലാസ്റ്റിക് ലൂസ് ആയിരുന്നു. ഞാൻ 2ാമത്തെ മലക്കം പറയുമ്പോ ഈ എലാസ്റ്റിക്കും ഇല്ലാത്ത ബർമുഡ ഉണ്ടല്ലോ അത് അന്തരീക്ഷത്തിൽ പറക്കാൻ തുടങ്ങി. പിന്നെ 3ാമത്തെ മലക്കം ഞാൻ താനേ അങ്ങ് വെള്ളത്തിലേക്ക് പോയി. അപ്പൊ ആ നിക്കറെന്ത് ചെയ്തു? അതവിടെ കുളിക്കാവുന്ന ഏതോ പെണ്ണുങ്ങളുടെ അടുത്ത് കരക്കിറങ്ങി. നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ നിർത്ത്. ഇവിടെ എന്താണ് സംഭവം? സംഭവം ഒന്ന് നടക്കാൻ പോകുന്നേ ഉള്ളൂ. എനർജി ലോസ് ആണല്ലോ. പ്രോട്ടീൻ അയ്യോ ഇനി പ്രോട്ടീനും കൂടെ അടിച്ച് കയറ്റാത്തിന്റെ കുറവേ ഉള്ളൂ. പ്രോട്ടീൻ കഴിച്ചാൽ മാത്രമേ ഉരുണ്ട് വരൂ. വരുന്നുണ്ട് ആര്? ഉരുണ്ട്. ആര്? ഓ നിങ്ങളുടെ ആശാൻ മസിൽ മാൻ. പൊക്കണം. പിന്നെ ഗിന്നസ് ബുക്കിൽ കേറണം. അറിയാലോ. എന്നവര് വരും. ഞാൻ ഇത്ര നേരത്തെ പൊക്കം പറ്റിട്ടില്ല. ഇതാണ് ആശാൻ. അളിയനാ? അളിയനോ? ആശലൊന്നും ഇല്ലല്ലേ? ഹലോ. വിട് അവനെ ഉപദ്രവിക്കല്ലേ മാഷെ, ഉപദ്രവിക്കല്ലേ. ഐ ആം ബിജു. പിടുത്തങ്ങളുണ്ടോ? പാവ അവനെ ഉപദ്രവിക്കരുത്. പേരെന്താ? കയ്യിൽ വിട. പീറ്റർ. എങ്ങനെയുണ്ട് പിടുത്തം? ഉഗ്രം പിടുത്തം. മാഷിന്റെ കുറച്ച് പ്രോട്ടീൻ പൗഡർ മാഷിന്. അയ്യോ പ്രോട്ടീൻ പൗഡർ എനിക്ക് വേണ്ട. ഞാൻ രാവിലെ കഴിച്ചതാണല്ലോ. എന്നിട്ടൊന്നും കാണാനില്ലല്ലോ. പ്രോട്ടീൻ പൗഡർ മാത്രം എന്റെ വയറ്റിൽ പിടിക്കത്തില്ല. ആണല്ലേ? അപ്പൊ ഇത് തിരിച്ചു കൊണ്ട് വച്ചേക്കാം. അപ്പൊ ഇത് പ്രോട്ടീൻ പൗഡർ അളിയന് കൊടുക്കുന്നു. എനിക്ക് വേണ്ട. ഞാൻ രാവിലെ കഞ്ഞി കുടിച്ചു. കഞ്ഞിയോ? ഈ കഞ്ഞിയൊന്നും കുടിച്ചിട്ട് കാര്യമില്ല. നല്ല പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ അതെ ഇങ്ങനെയൊക്കെ പിഴിച്ചങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ മേടിച്ചിട്ടാ
മിടുക്കനാട്ടോ. ജയിക്കാൻ എല്ലാവർക്കും എളുപ്പാ. ഈ തോറ്റു കൊടുക്കാൻ ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതിന്റെ ഒരു തിളപ്പായത്. വിറയ്ക്കുന്നില്ലല്ലേ? വിറയ്ക്കുന്നല്ല, അതിന്റെ സുഖം കാണിച്ചതാ. പക്ഷേ നമുക്ക് ഇത് ഞാൻ ഇന്ന് വന്നിട്ട് ഇത്രയും നേരമായിട്ട് എനിക്ക് ഇത് പൊക്കാൻ പറ്റിയിട്ടില്ല. അയ്യോ, നീ എന്നെ നാണം കെടുത്തുവോ? ഇല്ല, മാഷിന് അങ്ങ് പൊക്കിയാ പോരെ. മാള് നാവി എടുത്തിട്ട് മേലെ കോപ്പ് ഇടപാട്. അത് ശരി, ജസ്റ്റ് ഊരി വെച്ചതാണല്ലേ. ജസ്റ്റ് ഞാനിവിടെ ഇട്ടുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇതെടുത്ത് മാറ്റിയില്ല. ഇത് തന്നു വിടും ഞങ്ങൾ. അതെ, ഇത് പൊക്കാൻ നോക്കും. മാഷൊന്ന് പൊക്കി കാണിച്ച. എടാ, ഇത് പൊക്കണം എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമുള്ളൂ. എനിക്ക് പൊക്കാൻ പറ്റത്തില്ല. ഞാൻ കല്യാണം കഴിക്കണം മുമ്പ് പൊക്കുമായിരുന്നു. എടാ, ഞാൻ പ്രേമിച്ചാണല്ലോ എന്റെ പെണ്ണുമ്പിള്ളെ കെട്ടിയത്. അവൾ 650 കിലോ ആണ്. ഞാൻ പൊക്കിക്കൊണ്ടാ പോകുന്നത്. 650 കിലോ? പിന്നെ അന്ന് ഞാൻ പൊക്കുമായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം അളിയന്മാര് വന്ന് എന്നെ പൊക്കി. അതിൽ പിന്നെ എന്റെ നട്ടലൊന്ന് വളഞ്ഞു. അതുകൊണ്ട് ഇത് പൊക്കാൻ പറ്റത്തില്ല. അളിയൻ പൊക്കളിയാ. പൊക്കള മാട്ടി. നമ്മുടെ വീട്ടിലിരിക്കും. കണ്ണു പുറത്തേക്ക് വരാതെ നീ പൊക്കാൻ നോക്കണം. കളിയാക്കണം എന്തിനാ? ഇത് പിന്നെ അയ്യോ, അവരാണ് ഗിന്നസ് ബുക്കിന്റെ ആൾക്കാര്. ഗിന്നസ് ബുക്കിന്റെ ആൾക്കാർ. ഗിന്നസ് ബുക്കിൽ പേര് കേട്ടാ ഞാൻ മാട്ടി. ആരാ മാട്ടി? മാട്ടി. സാർ, ഇതെന്റെ ഭാര്യ. ഇതാണ് എന്റെ എല്ലാമായ ആശാൻ. അത് എന്റെ അളിയൻ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ നമ്മളെ കളിയാക്കി ചിരിക്കുവാ? അതെനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ കളിയാക്കി ചിരിച്ചാണോ ഇത്? എന്തിനാ 24 മണിക്കൂർ ചിരിച്ചോണ്ടിരിക്കുന്നത്? അല്ലല്ല, ഞാനെല്ലാവരെയും ഇങ്ങനെ ഗിന്നസ് ബുക്കിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതറിയാം. അപ്പൊ എനിക്കൊന്ന് കയറണ്ടേ? അതുകൊണ്ട് 72 മണിക്കൂർ തുടർച്ചയായിട്ട് ചിരിച്ച് ഗിന്നസ് ബുക്കിൽ കയറാനുള്ള പരിപാടിയാ. അയ്യോ, ഇന്നലെ ഉച്ചക്ക് തുടങ്ങിയതായി ചിരി. വീട്ടുകാരൊക്കെ കരച്ചില്ല. ഞാൻ കയ്യിന്ന് പോയി. ഇത്രയും ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. ഇത് എങ്ങനെ പൊക്കൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഗിന്നസ് ബുക്കിൽ കയറുന്നത്. അതെ സാർ, ഇത് എങ്ങനെയാണ് പൊക്കേണ്ടത്? അതായത് ഇത് പല കാറ്റഗറി ഉണ്ട്. പല കാറ്റഗറി, പല രീതിയിൽ ഇങ്ങനെ പൊക്കും. അതായത് ഇങ്ങനെ പൊക്കും, ചിലരിങ്ങനെ പൊക്കും, ചിലരിങ്ങനെ പൊക്കും, ചിലർ പല രീതിയിൽ. ഏത് കാറ്റഗറിയാ? ഇത് നിസ്സാര സംഭവമേ ഉള്ളൂ. ഇങ്ങനെ പിടിച്ചിട്ടേ ഇതൊക്കെ വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഫസ്റ്റ് പേജിൽ ബുക്കി കയറിപ്പോയി. വേറെ രീതി ബുക്കി. ഇതൊക്കെ ചൈനക്കാര് അയ്യോ, അപ്പൊ പിന്നെ എങ്ങനെ? സാറേ, ഒരു മിനിറ്റ്. അയ്യോ, ഇത് എങ്ങനെ ഇത്? അയ്യോ, നിന്നെ പൊക്കാത്ത എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതങ്ങനെ ഞാൻ ഇത്ര ഇവിടം വരെ പൊക്കി വെച്ചതാണല്ലോ. ഞാൻ ഇവിടം വരെ പൊക്കി വെച്ചത് അല്ല, ഞാൻ പോക്കി കറക്കിയതല്ലേ. ചോദിച്ചോട്ടെ, ഇതാര് പൊക്കൊന്നും പറഞ്ഞ എന്നെ വിളിച്ചു വരുത്തിയത്? ഞാൻ ചാമ്പി. മാട്ടി മാത്രം പൊക്കിയില്ല, ബാക്കി എല്ലാരും പൊക്കി. ശരിയാണല്ലോ. പാട്ടി അവിടെ നിൽക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും പേര് ആദ്യം ഗിന്നസ് ബുക്കിൽ കയറ്റാം. ആരാ? അല്ല, ആദ്യം പൊക്കി ഞാനല്ല, രണ്ടാമത് പൊക്കി ഞാൻ. സാറേ, ഞാൻ പൊക്കി കറക്കിയല്ലോ. എന്റെ പേര് ആ പേര് പറഞ്ഞോളൂ. അപ്പൊ എന്റെ പേര് ചേർക്കൂലേ? പാട്ടിയുടെ പേര് ചേർക്കാം. കാരണം ഇത്രയും പേരെ ഒരുമിച്ച് ഗിന്നസ് ബുക്കിൽ കേട്ട
ചെയ്തതിന്റെ പേരിൽ പാർട്ടിയുടെ പേരും ഗിന്നസ് ബുക്കിൽ കയറും. നിങ്ങളിങ്ങനെ ചിരിക്കരുത്. ഈ ചിരി ഇങ്ങനെ നീട്ടുപോയാൽ എന്റെ റെക്കോർഡ് പോകും. നിർത്താതെ 72 മണിക്കൂർ കരഞ്ഞ എന്റെ പേര് അങ്ങനെയെങ്കിലും കയറൂല ഗിന്നസ് ബുക്കിൽ. മാസ്റ്റേഴ്സ് താരവിളയാട്ടം സെഗ്മെന്റ് ആണ്. നമുക്ക് കണ്ടാലോ ഇന്നത്തെ പെർഫോമൻസ്? യെസ്. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. 2 പേരുണ്ട്, മനോജ് തൊടുപുഴ ആൻഡ് ശിവൻ. എന്റെ ദൈവമേ, എന്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾ വൻ പൊളിയാ. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം? അല്ല, എനർജി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കാറില്ലേ? ഇത് മതിയാ. എനിക്കിത് മതി. ഇവരെ ഇനി ഞാൻ വിടത്തില്ല. 63-ാമത്തെ വയസ്സാ. എന്റെ അമ്മേ, you look still young and very cute. ഇത്ര എനർജിക് ആയിട്ടുള്ള ആളെ കിട്ടിയിട്ട് എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ആ 62 ഇയേഴ്സിൽ യു ആർ ജസ്റ്റ് 26 മാത്രമേ ഉള്ളൂ. മനോജ് തൊടുപുഴ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ. അല്ല, ഞാൻ പറഞ്ഞ ഒരു വില്ലൻ, ഒരു ഫൈറ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നല്ല, അദ്ദേഹത്തിന്റെ അതേ രൂപമുള്ളതാണ്. പൊന്നമ്പലമാണോ? പൊന്നമ്പലം. പ്രഡിക്ഷൻ കറക്റ്റ്, പൊന്നമ്പലം. അതായത് പൊന്നമ്പലത്തിന്റെ പ്രത്യേകത അറിയാവോ? ഈ കാലുകൊണ്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഈ ബാക്കിൽ നിൽക്കുന്ന ആളെ അടിക്കും. ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടിക്കും. പക്ഷെ ഇവര് വൻ എനർജിയാണ്, ഫുൾ പവർ പാക്ക് ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു വോൾട്ടേജ് നമ്മൾ കുറയ്ക്കരുത് കേട്ടോ. ഓരോന്ന് പടപടയെന്ന് അങ്ങ് ചെയ്തു പോവാം. ശരി, അപ്പൊ ആദ്യം മനോജേട്ടൻ തന്നെ ഐശ്വര്യേട്ടൊക്കെ തുടങ്ങിയോ? ശങ്കരാടി സാർ. ഓക്കെ. കടകപുറത്ത് അധികാരത്തിന്റെ ലാത്തി കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. എന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും, എന്റെ കണ്ണ് ഞാൻ ചൂർന്നെടുക്കും, എന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴ്ത്തും. പാടാ ഇവിടെ ഇവിടെ വരാൻ. മനസ്സിലായില്ല എന്തുകൊണ്ട് സീരിയസ് ആയിട്ട് നിന്നെന്നുള്ളത്? അതിനല്ല ഞാൻ പറഞ്ഞത്, ഒരു നൂല് പിടിച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കറക്റ്റ് ശങ്കരാടി. അവിടെ നൂലൊക്കെ പിടിച്ചു, നമുക്കിവിടെ സെറ്റാക്കണം. ആരുടെയാണ്? ഇന്ത്യൻ രാഷ്ട്രീയ വേദിയിലെ ഒരു വേറിട്ട മുഖമാണ് ശ്രീ AK ആന്റണി. അദ്ദേഹത്തിൻ്റെ മലയാളത്തിലുള്ള പ്രസംഗവും അദ്ദേഹം പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു. ഇംഗ്ലീഷിൽ പ്രസംഗിച്ച പ്രസംഗം ലൈവായിട്ട് കാണാനുള്ളത് എങ്ങനെയായിരുന്നു? ഓക്കെ. കമ്മ്യൂണിസ്റ്റുകാർ പോലും കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പദയാത്ര എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ദുർഭരണത്തിന് എതിരായിട്ടുള്ളൊരു നോട്ടീസാണ്. ഇത് UDF വിജയിക്കും എന്നാണ് എൻ്റെ നിഗമനം. എന്നാൽ ഇദ്ദേഹം പ്രതിരോധ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഇംഗ്ലീഷിലാണ് പാർലമെന്റിൽ പ്രസംഗിച്ചത്. അതിങ്ങനെ, ഫസ്റ്റ്ലി I would like to pay my condolence to the 20 soldiers who have committed their life to the nation. Secondly, I wish a solid and corrective government in central government. That is enough. Okay, thank you. You are very super and that is enough. എന്ന് ഞങ്ങൾ പറയില്ല. കാരണം എന്താണെന്നറിയോ, ഇവിടുന്ന് അങ്ങ് കത്തി കയറിയിരിക്കുകയാണ്. ഇനിയും നമുക്ക് പെർഫോമൻസ് കാണാം. മനോജേട്ടാ, സീരിയസ് ആയിട്ട് ഒരു ആ പെർഫോമൻസ് കതറും കൂടിയാണ് ഇട്ട് വന്നിരുന്നെങ്കിൽ ലുക്കും അല്ലേ, ഫിഗർ ലുക്കൊക്കെ പൊളിച്ചേനെ. അത് തന്നെയാണെന്ന് വിചാരിച്ചത് നമ്മള്. ജോലി എന്താണ് ചെയ്യുന്നത്? ഞാൻ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിലായിരുന്നു. മിമിക്രി കണ്ടിട്ടാണ് ജോലി കിട്ടിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5 വർഷം തുടർച്ചയായിട്ട് ഞാൻ ക്രൈസ്റ്റിലാണ് പഠിച്ചത്. ഇനി ആളുകൂടെ ക്രൈസ്റ്റിൽ. അപ്പോൾ അതിന് കിട്ടി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കത് ജോലി കിട്ടാനായിട്ട് സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ്. എൻ്റെ കൂടെ 165 പേരുണ്ടായിരുന്നു. എനിക്ക് മാത്രം അപ്പോയിന്റ് യൂണിവേഴ്സിറ്റിയിൽ 5 വർഷം ഡീസോൺ കലോത്സവത്തിലേക്ക്. അതായത് മിമിക്രിയിലൂടെ ജോലി കിട്ടി. അതാണ് സത്യമാണ്. നമുക്ക് അല്ലാണ്ട് ഒന്നല്ലായിരുന്നു ഞാൻ. ഇത് ആണ് എനിക്ക് ജോലി. അടിപൊളി, സൂപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പെർഫോമൻസ് അല്ലേ മനോജേട്ടാ? സീരിയസ് ആയിട്ട് നിന്നു മാധവൻ സാർ. സാർ, ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന തകച്ചിതാരെ ഞാവുമ്പത്ത കോട്ടപ്പുറത്തിന്റെ ഭാവി പെണ്ണും കാണല്ലോ. ഇപ്പൊ നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും കോട്ടപ്പുറ സാർ തകച്ചിതാർ സാർ തമ്മിൽ നേരത്തൊരു വടംവലി ഉണ്ടായിരുന്നു. അതിന്റെ പ്രതികാരമാകാനും മതി. എന്തായാലും
താരി സഹചാരി ഒന്ന് കണ്ട് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിന് ശ്രമിക്കുന്നില്ല ബുദ്ധി. എന്റെ അമ്മ അടിപൊളി, സൂപ്പർ സൂപ്പർ. ഓക്കെ നെക്സ്റ്റ് ചേട്ടാ. നമ്മുടെ നിയമസഭയിലെ ഏറ്റവും കൂടുതൽ കാലം വനിതാ നിയമസഭാ അംഗമായിരുന്ന ശ്രീമതി KR ഗൗരിയമ്മ അവരുടെ അവസാന നാളുകളിൽ മരിക്കാൻ 3 മാസമുള്ളപ്പോൾ ഒരു ലൈവായിട്ട് ഒരു ഇൻ്റർവ്യൂ നൽകുന്നു. അതിങ്ങനെയായിരുന്നു അവർ സംസാരം ഇങ്ങനെയായിരുന്നു. 1988 വരെ KR ഗൗരിയമ്മ എന്ന് പറയുന്ന ഞാൻ പാർട്ടിയുടെ എല്ലാമായിരുന്നു. 1987 കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി മുഖ്യമന്ത്രി ആയിടും എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് സഖാക്കൾ വോട്ട് നേടിയത്. ഒരു കാരണവശാലും KR ഗൗരിയമ്മ എന്ന ഞാൻ കേരളത്തിന് മുഖ്യമന്ത്രിയാകരുതെന്ന് EMSന് നിർബന്ധമുണ്ടായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഓക്കെ സൂപ്പർ. യെസ് ജാഫ്രിക്ക ആണ്. ഓക്കെ അപകടം പറ്റിയാലും ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ ജോലിക്ക് പോയില്ലെങ്കിണ്ടല്ലോ കുടുംബം മുടിഞ്ഞകളെയും. ഞങ്ങളുടെ നാട്ടിലൊരു ചെറുക്കൻ തെങ്ങ കയറിയതാ. തെങ്ങേന്ന് താഴെ വീണിട്ട് നട്ടെല്ലൊന്ന് കൂട്ടി. 10 ഏക്കർ സ്ഥലവും ചുറ്റുപാടൊക്കെ ഉള്ള വീട്ടിലായിരുന്നു. അവസാനം സ്ഥലം മൊത്തം വെച്ച് ചികിത്സിച്ചു. അസുഖമൊട്ടും മാറിയില്ല, സ്ഥലം മൊത്തം പോവുകയും ചെയ്തു. പിന്നെ കണ്ണിച്ചോരയുള്ള നാട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് പിരിവും സഹായങ്ങളൊക്കെ ആയിട്ടെങ്കിൽ ജീവിച്ചു പോകുന്നു. ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ് ചേട്ടാ. ഈ ഗോപകുമാർ എന്ന് പറയുന്ന ഗോപൻ കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യങ്ങൾ ഒരാൾ തന്നെ 2 പേർക്കാണ് ശബ്ദം നൽകിയത്. അതെങ്ങനെയാണെന്നോ കാർട്ടൂൺ ഫിലിമില് ഗോപാല ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനോ തെങ്ങിനെ തടമെടുക്കുന്നു. ഓഹോ, തെങ്ങിനെ തടമെടുക്കേണ്ടത് ഇങ്ങനെയാണോ? പിന്നെ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു തരൂ. ഉപഭോക്താവേ, ടോൾ ഫ്രീ നമ്പറായ 882243 വിളിക്കൂ. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. സൂപ്പർ സൂപ്പർ, കൊള്ളാം. യെസ്, പെർഫോമൻസ് നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിച്ചു നോക്കാം അവർ എത്രത്തോളം ഞെട്ടി എന്നുള്ളത്. നാദിക, എന്താ പറയാ, ശരിക്കും ഈ ഏജ് എന്നൊക്കെ പറയുന്നത് വെറും നമ്പേഴ്സ് ആണെന്ന് വീണ്ടും വീണ്ടും പല കലാകാരന്മാരും വന്നിങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ശരിക്കും നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ തരുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഈ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ വന്ന വരവും നിപ്പും പ്രസൻറ്റേഷനെല്ലാം അതിനൊരുപാട് ഭാഗ്യം ചെയ്യണം. നമ്മൾ എന്തോരം അല്ലെങ്കിൽ എത്ര സമ്പാദിച്ചു കൂട്ടി എന്ന് പറഞ്ഞിട്ട് അതിലല്ല കാര്യം. ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ നമ്മൾക്ക് ഒരു സന്തോഷം നൽകുന്ന തരത്തിലുള്ളൊരു ലൈഫ്, ആ ലൈഫിന് നമ്മളുടെ ചുറ്റുപാടുമുള്ളവർ ഇങ്ങനെ കുട പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ആദ്യം ഞാൻ ചേട്ടൻ്റെ ഫാമിലിക്കാണ് അതിന് ഒരു നല്ല സാല്യൂട്ട്. കാരണം ആ ഫാമിലിയാണ് ചേട്ടൻ്റെ ഈ മാനസിക സന്തോഷത്തിൻ്റെ കാരണക്കാർ. അന്വേഷണം പറഞ്ഞ കുടുംബത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്തും ഭയങ്കര രസമുള്ള അല്ലെങ്കിൽ ചെയ്ത ശബ്ദങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഇതിനു മുമ്പ് ഈ വേദിയിൽ മിമിക്രി വേദിയിൽ എത്ര വയസ്സ് തൊട്ട് വന്നതാണ്? അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ജയറാം സാറിൻ്റെ കാസറ്റ് കണ്ടിട്ടാണ് ആദ്യമായിട്ട് നസീർ സാറിനെ അനുകരിച്ച് തുടങ്ങിയത്. 5ാം ക്ലാസ്സിൽ വെച്ച് 5 സ്റ്റാറുകൾ പഠിച്ചു. നസീർ സാറ്, സത്യജിത് സാറ്, മധു സാറ്, മമ്മൂട്ടി സാറ്, തെലുങ്കൻ സാറ്. എന്നിട്ട് ഈ സാറുമാരൊന്നും ഇവിടെ കണ്ടില്ല. പഠിച്ചു. പിന്നെ രാജമാഷ് രാജനിടിക്ക് അദ്ദേഹമാണ് എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ കലാഭവനിൽ പഠിച്ചതാണ്. ഓ ശരി, പഠിച്ചതാണ്. രാജൻ ഞങ്ങളുടെ ട്രൂപ്പിലായിരുന്നു. ഇടുക്കി രാജൻ, എനിക്കറിയാം. തടിയമ്പാട്. അതെ. പിന്നെ ഇമ്മ സ്വന്തമായിട്ടൊരു ട്രൂപ്പുണ്ട്, കൊച്ചിൻ റൊമാൻറ്റിക് കച്ചാമ്പതാം. കൊച്ചിൻ റൊമാൻറ്റിക് കച്ചാമ്പതാം. കച്ചാബദാം പേര് കിട്ടി സിനിമയ്ക്ക് പേരാ. ആണോ? സൂപ്പർ, കൊള്ളാം. ഓക്കെ, അപ്പൊ നാദിക ഞാൻ ഈ പക്രിച്ചേട്ടൻ അടുത്ത് ചോദിക്കാം അല്ലേ? പക്രിച്ചേട്ടാ ഓക്കെ, എങ്ങനെയുണ്ട്? 2 പേരും പൊളിച്ചടുക്കി കളഞ്ഞു. സാധാരണ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ഇതിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനോ ഉള്ള രീതിയിലൊക്കെ അങ്ങനെ ഇരിക്കാം. പക്ഷെ ഇവർ ആദ്യം തന്നെ വന്നു കഴിച്ചിട്ട് നമ്മളെ ഇവരുടെ സൈഡാക്കി കളഞ്ഞു. സാർ കഴിഞ്ഞോ? ഞാനൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു കുഴപ്പമില്ല, എനിക്ക് പൊക്കും കുറവുള്ള കാരണം കൊണ്ടേ പലപ്പോഴും നമ്മൾ ഓഫീസിലെ വർക്ക് പറയുമ്പോൾ പറയാൻ പാടില്ല, എന്നാലും എല്ലാവർക്കും അറിയാവുന്ന
എന്നെ ഒരു ഇരട്ടപ്പേരുണ്ട്, മുണ്ടൻ ശിവ എന്ന് വിളിക്കും. അപ്പോൾ കുറേ നാളെന്നാണ്. അപ്പം ഞാൻ സാറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാറ്, ചൂണ്ടിക്കാണിക്കാറ്. ഞാൻ പറയും അജയൻ സാറിന് നോക്ക്, പൊക്കമാണ് ഉണ്ട് പ്രൊഫസർ സാറ്, പുള്ളി കല്യാണം കഴിച്ചില്ലേ, കൊച്ചുണ്ടായില്ലേ, ഭാര്യ സുഖമായിട്ട് ജീവിക്കില്ലേ. ചേട്ടാ ഇതൊക്കെ നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു പൊക്കക്കുറവല്ല. ഈ സാധാരണ ഉള്ള ആളുകൾക്ക് അല്പം കുറയുമ്പോഴാണ് കൂടുതൽ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിനെ ചേട്ടൻ ചിരിച്ച് തമാശയോട് കൂടി തന്നെ അതിനെ പറഞ്ഞു വിട്ടു. ഒരു ഉദാഹരണത്തിന് എൻ്റെ പേര് പറഞ്ഞു. പക്ഷേ അതൊന്നുമല്ല, അതിനൊക്കെ അപ്പുറത്ത് അങ്ങൊരു നല്ല കലാകാരനാണ്. ഇവർക്കൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 10 പേര് കൂടുമ്പോൾ ഇങ്ങനെ നിന്ന ആർട്ടിസ്റ്റുകളെ അനുകരിച്ച് കയ്യടി മേടിക്കാനോ അല്ലെങ്കിൽ രസിപ്പിക്കാനുള്ള കഴിവുണ്ടാവില്ല. അവർക്കറിയാവുന്ന ചിലപ്പോൾ ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തമാശയ്ക്ക് ഓരോ കൊട്ടുപോലെ അതും സ്നേഹം കൊണ്ടായിരിക്കും. അതും മാത്രമല്ല, ഇപ്പം ഈ ഹൈറ്റ് എന്ന് അല്ലെങ്കിൽ ഇത്തരം പറഞ്ഞ് എന്തെങ്കിലും വിധത്തിൽ തമാശയ്ക്ക് ഇങ്ങനെ ഞൊട്ടിയ ആൾക്കാരെ ഈ ഒരു ഏജിൽ ഇതുപോലെ കോമഡി മാസ്റ്റർ പോലെ ഒരു വേദിയിൽ വന്ന് നിന്ന് ഇതുപോലെ തകർക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പം പറഞ്ഞ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് ഇതുപോലെ പോട്ടെ. ഇനി അദ്ദേഹത്തിലേക്ക് വന്നാൽ ഉഗ്ര ശബ്ദം. അങ്ങയുടെ മുതൽക്കൂട്ടെന്ന് പറഞ്ഞത് അങ്ങയുടെ ശബ്ദമാണ്. രൂപം വേറെ, ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ മിമിക്രിയാണോ അല്ലെ നാടകമാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യുന്നു എന്നില്ല, മിമിക്രിയാണോ നാടകമാണോ എന്നുള്ളൊരു ഫിഗറാണ്. ഒപ്പം സംസാരിക്കുക പറഞ്ഞാൽ തീർന്ന് കലാകാരനാണെന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മളിലുണ്ട് ആ ഒരു കല എന്ന് പറയുന്നത്. നല്ല ശബ്ദം, നല്ല അനുകരണം, കുറച്ചേ ചെയ്തുള്ളൂ. പക്ഷെ അതെല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുട്ടി മാമ, ഞാൻ നെട്ടി മാമ. ഭയങ്കര രസമായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നന്നായിട്ടുണ്ട്. ജോലിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ മിമിക്രിയും കൊണ്ട് നടക്കുക, കലാകാരനാവാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു കലാകാരനാവാം, ഒരു കലാകാരിയാവാന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരാണ് കലാകാരന്മാരും കലാകാരികളും ആവുന്നത്. അതുകൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്, ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇനി അങ്ങോട്ടേക്കായിരിക്കും നിങ്ങളുടെ സമയം. സത്യം പറഞ്ഞാൽ ഈ ഒരു വേദി അതിന് ദൈവം തന്നതെന്ന് വിചാരിക്കുക. ഒരുപാട് ഇനി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ, ഒരുപാട് പേര് അറിയപ്പെടട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആണ് ഞങ്ങൾക്ക് തന്നതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മാനം നൽകുന്നതിനായി ഞാൻ നാദിക്കേനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. യെസ്, നാദിക ലണ്ടൻ ക്ലാസിക് നൽകുന്ന സമ്മാനമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പ്രേക്ഷകരെ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കാണ്. ബ്രേക്കിന് പോയിട്ട് വേഗം തിരിച്ചെത്താം. ഇതാണ് നമ്മൾ ഈ നാടകം അവതരിപ്പിക്കണ സ്ഥലേ. പിന്നെ നമ്മുടെ നമ്മൾ എന്തായാലും ഈ പഞ്ചായത്തിൽ തന്നെ തെരുവ് നാടകം തുടങ്ങണം. കാരണം നമ്മുടെ നാടകം മദ്യത്തിനെതിരെയുള്ള ഇതാണല്ലോ. അടിച്ച് ഫിറ്റായിട്ട് ഒരുത്തം കിടക്കണം. നോക്കിയേ അച്ഛനെ, എനിക്ക് തോന്നേ നമ്മുടെ നാടകം പൊളിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ തകർക്കാൻ വേണ്ടിയിട്ടും ആരോ ഒരു കുടിയനെ ഇവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്നതാണോ തോന്നുന്നത്? അത് ശരിയാ. വേറൊരു കാര്യമുണ്ട്, ഈ നാടകം എന്റെ ഒരു പുതിയ സൃഷ്ടിയായതുകൊണ്ട് എന്തായാലും സാധനം കയറും. ആശാന്റെ ഒരു പഴയ സൃഷ്ടിയുണ്ടായിരുന്നല്ലോ മലപ്പുറത്ത്, രാജുവോ രഘുവോ, അതിന് കഞ്ഞിയും വെള്ളം വല്ല കൊടുക്കണുണ്ടാ? എടാ, ഈ കലയെന്ന് പറയുന്നത് അങ്ങനെയാണ്, നമ്മൾ വികസിപ്പിച്ചെടുക്കണം ഈ സാധനം. കല മാത്രമേ വികസിപ്പിക്കാവുള്ളൂ കേട്ടോ. ഞാൻ കാര്യം എന്റെ ഒരു പുതിയ സൃഷ്ടി ആയതുകൊണ്ട് നമ്മൾ ഈ മദ്യപനത്തിനെതിരെ ഉള്ള സംഭവമാണല്ലോ ഈ കാണിക്കുന്നത്. ആശാനെ, പിന്നെ എത്ര വർഷമായി ആശാൻ ഈ നാടകം തുടങ്ങിയിട്ട്? 10-15 വർഷമായി. ഇത്രയും വർഷമായിട്ട് ആശാൻ ഒരു 10 സെന്റ് സ്ഥലം മേടിക്കാൻ പറ്റിയിട്ടുണ്ടോ? നീ വന്ന് നമ്മൾ എന്താ കളിക്കണത്? തെരുവ് നാടകം. എവിടെയാ കളിക്കണത്? പിന്നെ എന്തിനാണ് 10 സെന്റ് സ്ഥലം? മദ്യത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള തെരുവ് നാടകമാണ് എന്റെ സൃഷ്ടിയിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടാ മോനേട്ടാ. നമ്മൾ എന്നതാ കളിക്കുന്നേ? തെരുവ് നാടകം. തെരുവ് നാടകം. അപ്പൊ ആ സ്റ്റൈല് വിളിച്ചാലേ അവൻ എഴുന്നേക്കുള്ളൂ. എന്നെ മാളാരം എന്തിനാ നമ്മളെ ചമ്മിക്കാണോ? നിങ്ങളൊക്കെ ആരാടാ? നാടകക്കാരാണ് ഞങ്ങള്, തെരുവ് നാടകമാ. മദ്യം കഴിക്കാതെ നിങ്ങൾ മുട്ടമ്പാലും കഴിക്കേ. തെരുവ് നാടകമാ. മദ്യം കഴിക്കാതെ നിങ്ങൾ മുട്ടമ്പാലും കഴിക്കേ. ഇവൻ
കമോൺ എവരിബഡി എന്നും പറഞ്ഞ് നമ്മൾ റിഹേഴ്സൽ കളിച്ച പോലെ ശരിയാവില്ല കേട്ടോ. സ്റ്റേജ് നല്ല തട്ടേ കളിക്കുമ്പോൾ പഞ്ചായത്തിലെ ആൾക്കാർ വരുമ്പോൾ നല്ലോണം കളിക്കും. എടാ മോനെടാ, ഇത് ഇവിടെ എന്താ സംഭവം എന്നറിയാവോ? ഈ പഞ്ചായത്തിൽ മദ്യപാന്മാരുടെ എണ്ണം കൂടുന്നു. അതിന് ഈ മനോഹരന്റെ നേതൃത്വത്തിൽ മദ്യത്തിനെതിരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഒരു നാടകവുമായിട്ട് വന്നതാണ് ഞങ്ങൾ. ബോധവൽക്കരിച്ചോ? മോൻ ഒരു കാര്യം പറ. ബോധമില്ലാത്ത ഇവിടെ വന്ന് എന്തിനാണ് പറയാം. മോൻ ഇങ്ങനെ മദ്യപിക്കരുത്. നീയാണോ തീരുമാനിക്കുന്നത്? എടാ ഞാൻ പണിയെടുക്കുന്ന കാശ് കൊണ്ട് ഞാൻ മദ്യപിക്കണത്. എന്റെ കാര്യത്തിൽ ഇടപെടരുത്. എനിക്കറിയാം എന്റെ കാര്യം തിരക്കാൻ കേട്ടാ. അവൻ എഴുന്നേറ്റ മോനെ. മദ്യം എന്ന് പറയുന്നത് ഒന്നിനും ഒരു കണ്ടോ മോനെ. അശൻ മനോഹരൻ അശൻ പറഞ്ഞ കേക്ക്. മദ്യം ഒന്നിനും ഒരു പരിഹാരമല്ല. മദ്യം കഴിച്ചാൽ നമ്മുടെ കുടുംബം നഷ്ടപ്പെടും. നമ്മുടെ ഭാര്യയും കുട്ടികളും നഷ്ടപ്പെടും. ജീവിതം നശിക്കും. നമ്മളെ നാട്ടുകാർ വെറുക്കും. അതുകൊണ്ട് മോനി ആവശ്യമില്ലാത്ത പരിപാടി ചെയ്ത് കേട്ടോ. കിട്ടണ കാശിന് അച്ഛനും അമ്മയൊക്കെ സംരക്ഷിച്ച് കുടുംബമൊക്കെ നോക്കി നല്ലോണം ജീവിക്കണം കേട്ടോ. നിങ്ങൾ പറയുമ്പോൾ ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റിയില്ല. പെട്ടെന്ന് നിർത്തണ്ട, പയ്യെ പയ്യെ നിർത്താം. അങ്ങനെ നിർത്തിയാൽ മതി. അങ്ങനെ നിർത്തിയാൽ മതി. ഈ നാടകം ഉണ്ടല്ലോ, ഈ നാടകം കണ്ടു കഴിഞ്ഞാൽ മോൻ ജീവിതത്തിൽ മദ്യപിക്കില്ല. ഞാനാണ് പറയുന്നത്. ശ്രമിക്കാം. ഒരുപാട് പേരുടെ ജീവിതം രക്ഷപ്പെടുത്തിയതാണ് ഞാൻ ഈ നാടകത്തിലൂടെ. മോനും മദ്യപിക്കരുത്. ഈ നാടകം അവിടെ ഇരുന്ന് കാണണം. ഓക്കെ കേട്ടോ. ഞങ്ങൾ ഈ നാടകം ആരംഭിക്കാം കേട്ടോ. ശരി, മോനവിടെ ഇരുന്ന് നാടകം. അതെ, ഈ കരൾ എന്തിയേ? നിന്റെ കരളല്ലേ ഞാൻ, പിന്നെ നീ എന്തിനാണ് അവരുടെ മുമ്പ് വെച്ച് ചോദിക്കണത്? അതല്ലെന്ന് ഏട്ടാ, ലിവർ വണ്ടിയുടെ തിരുപ്പുണ്ട് പരിപാടി കഴിയുമ്പോ. അതല്ലെന്ന് നമ്മൾ പേരൊക്കെ എഴുതി കെട്ടി തൂക്കിക്കൊണ്ട് വന്നില്ലേ നേരത്തെ, പ്ലക്കാർഡ്. നിന്റെ കഴുത്തിൽ ഇപ്പൊ പ്ലക്കാർഡല്ല തൂക്കേണ്ടത്. പിന്നെന്താ? എന്റെ കൈ കൊണ്ടൊരു താലിയാണ്. എന്നാ പിന്നെ അങ്ങ് താമസിക്കാതെ വെച്ച് കെട്ടിക്കൂടെ? മദ്യത്തിനെതിരെ നാടകം കളിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്, അല്ലാതെ പ്രേമ നാടകം കളിക്കാനല്ല. സത്യം പറഞ്ഞാൽ എന്തിനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്? മദ്യത്തിനെതിരെ ബോധവൽക്കരിക്കാൻ വേണ്ടി തെരുവ് നാടകമാണല്ലോ. ഈ പഞ്ചായത്തിലെ പ്രതിപക്ഷം എനിക്കെതിരെ അടുത്ത ദിവസം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പോവാ. ഇതിലെങ്കിലും എനിക്കൊന്ന് പിടിച്ചു കയറണം. അതിനാണ് നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. അതെ, തുടങ്ങിക്കോ. നല്ല ആളാ വന്നിരിക്കുന്നത്. രണ്ടുപേരല്ലേ ഉള്ളു. അതാ പറഞ്ഞത്, ഈ പഞ്ചായത്തിലെ നല്ല ആൾക്കാർ അവർ രണ്ടുപേരും. മദ്യപാനമില്ല, പുകവലിയില്ല, അവർക്ക് യാതൊരു വിധ വൃത്തികെട്ട സ്വഭാവവും ഇല്ല. കുറച്ച് ആൾക്കാരും കൂടെ ഒക്കെ വന്നാലേ ആൾക്കാർ വരും. മനോഹര തുടങ്ങ്. എനിക്കൊരു കമ്പം ഉണ്ടായിരുന്നു. ഏതമ്പലത്തിലാ കമ്പം? അമ്പലത്തിലല്ലെന്ന്. പിന്നെ എന്ത് പരിപാടിക്ക് മുമ്പ് ചെറിയൊരു സഭാകമ്പം ഉണ്ട്. അതുകൊണ്ടല്ല നിങ്ങളൊന്നും കൂടെ വന്നോ. അറിയാലോ, ഞാൻ സ്റ്റേജൊക്കെ മുമ്പ് രണ്ടെണ്ണം അടിക്കുന്നു. ഇത് മദ്യത്തിനെതിരെ ബോധവൽക്കരണം നാടകം. അതിന് മദ്യപിച്ച് കഴിഞ്ഞാൽ ശരിയാവൂ? അതൊന്നും കാര്യമില്ല. എനിക്ക് രണ്ടെണ്ണം അടിക്കാൻ സ്റ്റേജ് മനോഹര കാര്യം എന്താന്ന് പറയാം. എത്രയും പെട്ടെന്ന് നാടകം തുടങ്ങണം. എന്നാ സാറേ, അത് മനോഹരനാണ് ഇതിന്റെ മെയിൻ നടൻ. അതെ, ഞങ്ങളൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് ചെറിയ നടന്മാരാണ്. അറിയാലോ. പുള്ളിക്ക് കയറുന്നതിന് മുമ്പ് പുള്ളിക്ക് 2 പെഗ് അടിച്ചാലേ ആ സഭാകം. കയ്യും കാലൊക്കെ വിറക്കുന്ന സ്റ്റേജ് നമ്മൾ സ്ഥിരം ശീലിച്ചു പോയോണ്ടാണ്. ഒരു സാധനം പെട്ടെന്ന്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആരും അറിയാതെ കൈകാര്യം ചെയ്യണം. നിങ്ങൾ സാധനം മേടിക്കാൻ ആളെ പറഞ്ഞു വിടില്ല, നാടകം തുടങ്ങൂല കേട്ടോ. ഇത് വലിയ ശല്യമല്ലോ. ഇവിടെ താൻ അവിടെ ചെന്നൊരു സാധനം മേടിച്ചോണ്ടോ അഭിപ്രായം പോയി. പെട്ടെന്ന് ആരും കാണരുത്, പെട്ടെന്ന് കൊണ്ടുപോവാ. പ്രസിഡന്റ് എന്താ ഈ പറയണേ? എന്നാ ഈ നാടകം കാണാൻ വന്നിരിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ വിറയന്റെ ഫ്രണ്ടിലുണ്ടാവും. അപ്പൊ ആരും കാണാതെ എങ്ങനെ ഞാൻ ഈ സാധനം എടുത്തോണ്ട് വരും? ഇവിടെ താൻ ഒരു രാഷ്ട്രീയക്കാരനല്ലേ? ആരും കാണാതെ എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് തന്റെ കഴിവാ. പോയി മേടിച്ചോണ്ട് പാടും. ഇത് നാടകം തുടങ്ങി. ആളെ വിട്ടോ. തുടങ്ങിക്കോ. നാടകം പകുതിയാകുമ്പോഴല്ലേ ഞാൻ വരുള്ളൂ. അന്നത്തേക്ക് സാധനം പ്രിയമുള്ളവരെ, മദ്യത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന ഒരു തെരുവ് നാടകം ഈ തെരുവിൽ ഞങ്ങൾ അരങ്ങേറുകയാണ്. എല്ലാവർക്കും ഈ നാടകവേദിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞങ്ങൾ ആരംഭിക്കുന്നു. ലഹരി നാടിന് ആപത്ത്. മാളോരെ, ഈ മദ്യപാനിയായ ഈ മദ്യം ഞാൻ കുടിക്കുന്നു. നിന്റെ നെയ്ച്ചോറാണ് ഞാൻ, തലച്ചോറാണ് ഞാൻ. ഇത് നീ കഴിച്ചാൽ ഇത് കൊലച്ചോറാകും. ഈ കാശിന് നീ ഒരു പൊതിച്ചോറ് മേടിച്ച് കഴിക്കൂ സഹോദരാ. ഇല്ല, ഞാനിത് കഴിക്കും. അരുത്,
നീ കഴിക്കരുത്. നിന്നോട് പറയുന്നത് കരളാണ്. കരളിന്റെ പ്രാധാന്യം എന്താണെന്ന് നിനക്കറിയാമോ? നിന്റെ ശരീരത്തിലെ എല്ലാ ദഹനങ്ങളും വരുത്തുന്നത് കരളാണ്. സഹോദര, നീ മദ്യത്തിൽ കൂടെ നിന്റെ കരൾ നശിച്ചു കഴിഞ്ഞാൽ നിന്റെ കരൾ മാറ്റിവെക്കാൻ കുറഞ്ഞത് നിനക്കൊരു 25 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. സാധാരണക്കാരായ മനുഷ്യ, അത് നിന്റെ ഉണ്ടോ? 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 ഇല്ല, ഞാനിത് കഴിക്കും. അരുതേ, നീ അത് കഴിക്കരുതേ. നിന്നെ അരിച്ചരിച്ച് എന്റെ നടു ഒടിയാറായി. നീ ആ പൈസക്ക് പാലും പഴവും കുടിക്കൂ. ഞാൻ നിന്നോടൊപ്പം എന്നും ഉണ്ടാകും. ഇല്ലേൽ ഞാൻ നിന്നെ വിട്ടു പോകും. ഇല്ല, ഞാനിത് കഴിക്കും. ഇനിയുള്ളത് ഹൃദയം പിളഞ്ഞു മാറി നിൽക്കുക. മനോജ, ഹൃദയമേ വരൂ, ആപത്ത്. അങ്ങനെ മയക്ക് വിളിച്ചാൽ ഞാൻ വരൂല. സാധനം വന്നില്ല വെറുതെ. ഹൃദയമേ, നീ മദ്യം കഴിക്കരുത്. മദ്യം കഴിച്ചാൽ ബൈപ്പാസ് വേണ്ടി വരും. ബൈപ്പാസ് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. വയറ്റിൽ ജംഗ്ഷൻ ആണ്. ഞാൻ വരൂല. എന്റെ ദൈവം, ഈ പ്രസിഡന്റ് സാധനം വന്നോളൂ. നീ കഴിക്കണം. അടിക്കാടി എന്നിട്ട് മതി. അവിടെ ഒന്ന് മറ പിടിച്ചിടല്ലോ. ഇയാൾ എവിടെ പോയി? കൊണ്ടുവാ സാധനം പിടിച്ചു. ഇത് നാട്ടിലെ പേര് അടിക്കണം. എന്റെ ദൈവമേ, എന്റെ കണ്ണു തുറന്നു. കണ്ണു തുറന്ന മദ്യപാനി വരുന്നുണ്ട്. ആ മദ്യക്കുപ്പി അടച്ചോ കേട്ടോ. നല്ല ഉഗ്രം നാടകം. കുളിര് കോരിപ്പോയിരിക്കും. ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. മദ്യപിച്ചാൽ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി മേലാൽ ഞാൻ മദ്യം കൈകൊണ്ട് തൊടത്തില്ല. ഇത് സത്യം. സത്യം പത്തനംതിക്കാരാണ് സത്യം. അത് നാടകം നടത്തിയ വിടുവുള്ളൂ. ഞാനാണ് ഹൃദയം. നീ മദ്യം കഴിച്ചാൽ ഈ ഹൃദയമാണ് സങ്കടപ്പെടുന്നത്. നീ ഹൃദയത്തിനെ തകർക്കുന്നു. തകർക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിനെയാണ് ആദ്യം തകർക്കുന്നത്. എന്നതാ നിങ്ങൾ ഈ പറയുന്നത്? മദ്യം തലച്ചോറിനെയാണോ നശിപ്പിക്കുന്നത്? അല്ല, ഇവൻ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇവൻ ഈ കരളിനെയാണ് നശിപ്പിക്കുന്നത്. അവൻ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ കരൾ എങ്ങനെ നശിക്കും? അവന്റെ കരളെ നശിക്കണം. എന്റെ മനോഹര നാടകത്തിലുള്ള സബ്ജക്റ്റിലെ കരൾ നശിക്കും. അവന്റെ കരൾ ഞാനല്ലേ ആ കരൾ നശിക്കും. പഠിപ്പിച്ചു തന്ന പോലെ ഡയലോഗും പഠിപ്പിച്ചു തന്ന പോലെ അവിശ്വാസ പ്രമേയം പോലും വേണ്ട. ഞാൻ ഇപ്പോഴേ രാജിവെച്ച് പുറത്തു പോകുക ഒടുങ്ങാനായിട്ട്. ഈ നാടകം തുടങ്ങുന്ന മുമ്പ് നിങ്ങളുടെ കാര്യം പറഞ്ഞോ. ഈ നാടകത്തിൽ നല്ലൊരു സന്ദേശം ഉണ്ടെന്ന്. ഈ നാടകം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കുടി നിർത്തുമെന്ന്. ഞാൻ കുടി നിർത്തി. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആശാ കുടി നിർത്താത്തേ? ഞാൻ നാടകം കാണുകയല്ലോ. നാടകം ഇവിടെ നിന്ന് കളിക്കുകയല്ലേ. ഞാൻ കളിക്കുന്ന ഈ നാടകം ഞാൻ എന്തെങ്കിലും അവിടെ ഇരുന്ന് കണ്ടാൽ അന്ന് ഞാൻ എന്റെ കുടി നിർത്തും. പിന്നെ നിങ്ങൾക്ക് ആരാ? ഞങ്ങൾ തെരുവ് നാടകമാ. മദ്യം കഴിക്കാതെ നിങ്ങൾ മുട്ടമാലും കഴിക്കേ. Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Guinness Pakru, Max. Costume courtesy for Elena, Ladies Planet. Jewelry courtesy for Elena, Ladies Planet Rental Jewelry.